മനസ്സിലിരിപ്പ് ക്രിയേറ്റീവ് ട്രാവലോഗിൽ ഏവർക്കും സ്വാഗതം. വളരെ ഭീതിതമായ ഒരു കാലയളവിലെ ഓർമ്മകളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോടുകാരൻ എന്ന നിലയ്ക്ക് ആദ്യ നിപ്പ ബാധ ഉണ്ടായ ആ കാലയളവിലെ ഓർമ്മകൾ. പേരാമ്പ്രയ്ക്കടുത്ത് സൂപ്പിക്കടയിൽ ഒരു യുവാവ് അസാധാരണമായ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുന്നു. ആ ആശുപത്രിയിൽ നിന്ന് ചികിത്സ നേടി തിരിച്ചു പോന്നു. രോഗം വീണ്ടും തീവ്രമാകുന്നു. വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ഒടുവിൽ കോഴിക്കോട് നഗരത്തിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നു. ആ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രോഗം നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ആ സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ യുവാവിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു. യുവാവ് എവിടെയൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്ക് ഏതെല്ലാം ആളുകളായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളുടെ കണക്കെടുക്കുന്നു. ഇതൊക്കെ തന്നെ വലിയൊരു സങ്കീർണമായ വൈഷമ്യമേറിയ ഭീതിജനകമായ ഒരു സാഹചര്യം അക്കാലയളവിൽ ആ പ്രദേശത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ യുവാവ് മരണമടയുന്നു. യുവാവിനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിച്ച അല്ലെങ്കിൽ പരിചരിച്ച നഴ്സായിട്ടുള്ള ലിനി രോഗബാധിതയാവുന്നു. അവർ രോഗത്തോട് ധീരമായി പൊരുതി അവസാനം മരണത്തിന് കീഴടങ്ങുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭീതിതമായ അവസ്ഥ ഒരുപാട് അവ്യക്തതകൾ അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിപ്പ രോഗം സംബന്ധിച്ച അർദ്ധസത്യങ്ങളും സത്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു കാലയളവാണത്. അപ്പം ഏതാണ്ട് എല്ലാ വിദഗ്ധരും തന്നെ നിപ്പയുടെ കാരണം പഴന്തീനി വവ്വാലുകൾ പ്രസരിപ്പിക്കുന്ന വൈറസുകളാണ് എന്ന് ശരിവെക്കുന്നു. അപ്പോൾ ആ വാർത്ത സ്വാഭാവികമായിട്ടും പൊതുജനം ഏറ്റെടുക്കുകയും പഴന്തീനി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ വ്യാപകമായി നശിപ്പിക്കാൻ അവർ ആരംഭിക്കുകയും ചെയ്തു. അതൊരു സങ്കീർണാവസ്ഥ സൃഷ്ടിച്ചു സ്വാഭാവികമായിട്ട്. അപ്പം അത്യാവശ്യം ശാസ്ത്രബോധമൊക്കെയുള്ള ആളുകളിൽ ആ ഒരു നീക്കം വലിയൊരു നിരാശ ജനിപ്പിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് അത്തരം ആളുകൾ ഏറ്റെടുക്കുകയും അപ്പം എന്നെ പോലുള്ള ആളുകൾ അതിനുവേണ്ടി ചില ബോധവൽക്കരണ കുറിപ്പുകൾ നവമാധ്യമ പരിസരത്ത് എഴുതുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പം ഞാൻ തയ്യാറാക്കിയ കുറിപ്പിൽ ഞാൻ ഊന്നിയത് വവ്വാലുകളുടെ പാരിസ്ഥിതിക പ്രസക്തിയാണ്. അതിൽ പ്രധാനമായും ഈ പോളിനേഷൻ, പരാഗണത്തിന് വേണ്ടി, കീടനിയന്ത്രണത്തിന് വേണ്ടി, അതുപോലെ തന്നെ വിത്ത് വിതരണത്തിന് വേണ്ടി വവ്വാലുകൾ ഏത് വിധമാണ് നമ്മെ സഹായിക്കുന്നത് എന്ന കാര്യം ഊന്നിപ്പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ബോധവൽക്കരണ കുറിപ്പ് തയ്യാറാക്കി കഴിയാവുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാനത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആ കുറിപ്പുകൾ ഇട്ടു. അപ്പോൾ ആ ഒരു തലത്തിൽ ആ രീതിയിൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നീട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു. നിപ്പ ഭീതി ഒഴിഞ്ഞു. ആ കാലയളവിൽ ഒരു ദിവസം
ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഫിറോസ് എന്നാണ്. അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെടുകയും അന്ന് ഈ ബാറ്റിൻ്റെ അല്ലെങ്കിൽ വവ്വാലുകളുടെ ഇക്കോളജിക്കൽ റിലവൻസിനെ കുറിച്ച് എഴുതിയ കുറിപ്പ് ഞങ്ങളൊരു മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്, ആ കുറിപ്പ് ആ മാഗസിനിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം, ഞാൻ വിശദമായി ചോദിച്ചു എന്താണ് മാഗസിൻ. അന്നേരമാണ് അദ്ദേഹം പറയുന്നത് സിസ്റ്റർ ലിനി തങ്ങളുടെ സഹപ്രവർത്തകയായിരുന്നുവെന്നും ലിനിയുടെ സ്മരണാർത്ഥം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ഒരു മാസിക, ഒരു സ്മരണിക പുറത്തിറക്കാൻ പോവുകയാണ്. റാന്തൽ എന്നാണ് ആ സ്മരണികയുടെ പേര്. ആ സ്മരണികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലേഖനം ചോദിച്ചത്. അപ്പം അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അത്യധികം സന്തോഷം ഉണ്ടായി. ഒന്നാമത്തത്, നിപ്പ പോലെയുള്ള ഒരു രോഗത്തോട് തീരമായി പൊരുതിയ ഒരു മാലാക ലിനിയുടെ സ്മരണ നിലനിർത്താൻ ഇറക്കുന്ന മാഗസിൻ. ആ മാസികയിൽ വവ്വാലുകളുടെ പാരിസ്ഥിതിക പ്രസക്തിയെക്കുറിച്ചുള്ള ലേഖനം. അപ്പം ഒരു കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നാം. ഒന്ന്, വവ്വാലുകൾ കാരണം രോഗാണുബാധയുണ്ടാകുന്നു എന്ന ഒരു ബോധം നിലനിൽക്കുന്ന ഒരു ഇടത്ത്, അപ്പോൾ അങ്ങനെയുള്ള രോഗബാധയിലൂടെ മരണപ്പെട്ട ഒരു ആതുര സേവകയുടെ സ്മരണ നിലനിൽക്കുന്ന ഒരിടത്ത് വവ്വാലുകളുടെ പാരിസ്ഥിതിക പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഒരു വിരോധാഭാസം പോലെ തോന്നാം. എന്നാൽ ആതുര സേവകർ എന്ന നിലയ്ക്ക് പേരാമ്പ്ര ആശുപത്രിയിലെ ഡോക്ടർമാരും അതേപോലെ തന്നെ മറ്റ് ജീവനക്കാരും ആരോഗ്യത്തെ ഉൾക്കൊള്ളുന്ന വീക്ഷണം അതിനപ്പുറത്താണ്. അത് കൃത്യമായ ശാസ്ത്രീയ ധാരണയോടുകൂടിയുള്ളതാണ്. ഏകാരോഗ്യം എന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ആരോഗ്യപൂർണമായ ഒരു പരിസ്ഥിതിയിൽ മാത്രമേ ആരോഗ്യപൂർണമായ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ. അതായത് വവ്വാലുകളിൽ നിന്ന് നിപ്പ കീടാണുക്കളായ വൈറസുകൾ എങ്ങനെയാണ് ഇത്ര അളവിൽ ഉത്സർജിക്കുന്നത് എന്നുള്ളത് വവ്വാലുകൾ അനാരോഗ്യഗ്രസ്തമാകുന്ന കാലയളവിലാണ് ഇവ കൂടുതൽ പുറന്തള്ളപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം അങ്ങനെ വവ്വാലുകൾ രോഗഗ്രസ്തമാകുന്നത് വവ്വാലുകൾ അതിജീവിക്കുന്ന ആവാസ വ്യവസ്ഥകൾ രോഗഗ്രസ്തമാകുമ്പോഴാണ്. അപ്പം അത്തരം ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരം ആളുകളിലേക്ക് രോഗം പടരാനുള്ള സാധ്യതകൾ ഗണ്യമായി കുറയുന്നത് എന്നുള്ള ഒരു ബോധം, ആ ബോധം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് സത്യത്തിൽ ഈ ലേഖനം സിസ്റ്റർ ലിനിയുടെ സ്മരണീയയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പേരാമ്പ്രയിലെ ആതുര പ്രവർത്തകർ ചെയ്തത് എന്നതാണ് സത്യം. അപ്പോൾ എനിക്കത് വളരെ സന്തോഷകരമായി തോന്നിയ, അഭിമാനകരമായി തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഡോക്ടർ ഫിറോസിനോട് ഈ സന്ദർഭത്തിൽ നന്ദി പറയാണ്. അദ്ദേഹം ഇപ്പം വടകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. ഡോക്ടറോട് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി പറയുന്നു.